അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശഅബാൻ 15 രാവിലെ നമസ്കാരം, 15 അന്ന് പകലിലെ നോമ്പ്, ഇതിനെക്കുറിച്ച് എന്താണ് ഇമാം അബൂബക്കർ തർത്തൂഷി അദ്ദേഹത്തിന്റെ അൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിൽ, ഇമാം നവവിയുടെ ഉസ്താദായ ഇമാം അബൂ ഷമ അദ്ദേഹത്തിന്റെ അൽ ബാഇസിൽ എന്ത് പറഞ്ഞു എന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് എന്താണ് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്നും അതിന്റെ പരമ്പരയെക്കുറിച്ച് ഇമാമുകൾ എന്ത് പറഞ്ഞു എന്ന് നമുക്ക് പരിശോധിക്കാം. ഇത് ഇബ്നു മാജ സുനനു ഇബ്നു മാജയാണ്. ഇതിലെ 1388 നമ്പർ ഹദീസിൽ പറയുന്നത് അലി ഇബ്നു അബി ത്വാലിബിൽ നിന്നുള്ള ഒരു ഹദീസാണ്. ഈ ഇതിന്റെ ഹദീസിന്റെ പരമ്പര ഇബ്നു മാജ പറയുകയാണ്. പരമ്പര ഞാൻ മുഴുവനും വായിക്കുന്നില്ല. ഈ പരമ്പരയിലെ ഒരാൾ അൻബഅന ഇബ്നു അബി സബ്ര, ഇബ്നു അബി സബ്ര ഈ പരമ്പരയിൽ ഉണ്ട്. ഇനി ഹദീസ് വായിക്കാം. قال رسول الله علي بن ابي طالب عن علي بن ابي طالب قال رسول الله صلى الله عليه وسلم اذا كان ليله النصف من شعبان فقوموا ليلها وصوموا نهارها فان الله ينزل فيها لغروب الشمس الى سماء الدنيا. ഗുറൂബിന് ശേഷം അള്ളാഹു ഇറങ്ങി വരും ശഅബാൻ 15 രാവിൽ. അതിന്റെ രാത്രിയിൽ നിങ്ങൾ നമസ്കരിക്കുക, പകലിൽ നോമ്പ് നോക്കുക എന്നാണ് ഈ ഹദീസ്. ഇനി ഈ ഹദീസിന്റെ പരമ്പരയിലുള്ള ഇബ്നു അബി സബ്രയെ കുറിച്ച് മഹാന്മാർ എന്തു പറഞ്ഞു എന്ന് പരിശോധിക്കാം. ഇത് കിതാബുൽ കുനയാണ്. ഇമാം ബുഖാരിയുടെ താരീഖുൽ കബീറിലെ ഒരു ജുസ് ആണ് കിതാബുൽ കുന. ഇമാം ബുഖാരിയുടേതാണ് ഈ ഗ്രന്ഥം. 9ാം വോള്യമാണ് ഇത്. ഇതിൽ ഇബ്നു അബി സബ്രയെ കുറിച്ച് 55ാം നമ്പറായി കൊടുത്തത് നമുക്ക് വായിക്കാം. അബൂബക്കർ അബ്ദുല്ലാഹിബിന് അബി സബ്ര അൽ മദനിയി ദഈഫുൻ എന്നാണ് ഇമാം ബുഖാരി പറയുന്നത്. ഇബ്നു അബി സബ്ര ദഈഫുൻ, ദുർബലനാണ് എന്ന് ഇമാം ബുഖാരി പറയുന്നു. ഇത് ഇബ്നു ഹജറിൽ അസ്കലാനിയുടെ തെഹദീബു തെഹദീബ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. തെഹദീബു തെഹദീബ് ഇത് 12ാം വോള്യമാണ്. ഇതിൽ ഇബ്നു അബി സബ്രയെ കുറിച്ച് ധാരാളമുണ്ട്. അതിലൊന്ന് ഇബ്നു മഈൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു ലഈഫുൽ ഹദീസ്, ഹദീസ് ലഈഫാണ് അദ്ദേഹം എന്ന് പറയുന്നു. ഇബ്നുൽ മദീനി പറയുന്നു കാന ലഈഫൻ ഫിൽ ഹദീസി, ഹദീസിൽ അദ്ദേഹം ദുർബലനാണ്. വഖാല മറ, മറ്റൊരു പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു കാന മുൻകറൽ ഹദീസ്. അപ്പോൾ ലഈഫ് മാത്രമല്ല മുൻകറുൽ ഹദീസ് ആണെന്ന് കൂടി പറയുന്നു. അപ്പൊ തെളിവിന് കൊള്ളൂല എന്ന് വ്യക്തമായി. ആ ഹദീസ് പകലിൽ നോമ്പനുഷ്ഠിക്കുക രാത്രി നമസ്കരിക്കുക എന്ന് പറയുന്ന ഹദീസ് മുൻകറാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹിബ്ബാൻ പറഞ്ഞതായി ഇബ്നു ഹജർ അൽ അസ്കലാനി ഉദ്ധരിക്കുന്നു. വഖാല ഇബ്നു ഹിബ്ബാൻ കാന മിമ്മൻ യർവിൽ മൗദൂആതി അനി സിഖാതി ലാ യജൂസുൽ ഇഹ്തിജാജു ബിഹി. അദ്ദേഹം വിശ്വസ്തരായ ആളുകളിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഇബ്നു ഹിബ്ബാൻ. അതുകൊണ്ട് ലാ യജൂസു, അനുവദനീയമല്ല, അൽ ഇഹ്തിജാജു ബിഹി, തെളിവ് പിടിക്കാൻ പാടില്ല എന്നാണ് ഇബ്നു ഹജർ അൽ അസ്കലാനിയുടെ തെഹദീബു തെഹദീബിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇമാം ഹാക്കിം തെഹദീബു തെഹദീബിൽ തന്നെ ഖാലൽ ഹാക്കിമു അബു അബ്ദില്ല യർവിൽ മൗലൂആത്ത് അനിൽ അസ്ബാത്തി, വിശ്വസ്തരായ ആളുകളിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു ഹാക്കിം പറഞ്ഞിരിക്കുന്നു എന്നും ഇമാം ഇബ്നു ഹജർ ഉദ്ധരിക്കുകയാണ്. ഇത് ഇമാം ദഹബിയുടെ മീസാനുൽ ഇഅ്തിദാൽ ഫി നഖ്ദി റിജാൽ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ഉസ്മാൻ ദഹബിയുടെ, ശംസുദ്ദീൻ ദഹബിയുടെ. ഇതിൽ ഇമാം ബുഖാരി പറഞ്ഞതായിട്ട് പറയുന്നു ലഅഫൽ ബുഖാരി വഗൈറു, ഇമാം ബുഖാരിയും മറ്റും അദ്ദേഹത്തെ ലൈഫ് ദുർബലപ്പെടുത്തിയിരിക്കുന്നു. ഇബ്നു അബി സബ്രയെ 9446 തർജുമ നമ്പറിലാണ്. വോള്യം 5ാം വോള്യത്തിൽ മീസാനുൽ ഇഅ്തിദാലിൽ പറയുന്നു. ഇത് അബുൽ ഹജ്ജാജ് അൽ മിസിയുടെ തെഹദീബുൽ കമാൽ എന്ന ഗ്രന്ഥമാണ്. ഇതിൽ പറയുന്നു അഹമ്മദ് ബിൻ ഹംബലിൽ നിന്ന് മകൻ അബ്ദുള്ള പറഞ്ഞതായിട്ട് കാല അബ്ദുല്ലാഹിബിൻ അഹമ്മദ് ബിൻ ഹംബൽ അൻ അബി, ഉപ്പയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ലൈസ ബിഷൈൻ, ഇബ്നു അബി സബ്ര യാതൊന്നുമല്ല, കാന യലൗൽ ഹദീസ വയക്ദിബ്, കളവ് പറയുന്ന ഹദീസ് നിർമ്മിക്കുന്ന ആളാണ് അദ്ദേഹം എന്ന് അഹമ്മദ് ബിൻ ഹംബൽ പറയുന്നു. അതുപോലെ തന്നെ അഹമ്മദ് ബിൻ ഹംബലിന്റെ മറ്റൊരു മകനായ സാലിഹ് പറയുന്നു സാലിഹ് ബിൻ അഹമ്മദ് ബിൻ ഹംബൽ അൻ അബി, പിതാവിൽ നിന്ന് അബൂബക്കർ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബി സബ്ര യലൗൽ ഹദീസ്, ഹദീസ് നിർമ്മിക്കുന്ന ആളാണ് എന്ന് 2 മക്കളും അഹമ്മദ് ബിൻ ഹംബലിന്റെ സാലിഹും അബ്ദുള്ളയും റിപ്പോർട്ട് ചെയ്തതായിട്ട് തെഹദീബുൽ കമാൽ 33ാം വോള്യത്തിൽ. തെഹദീബുൽ കമാലിൽ തന്നെ ഇമാം ബുഖാരി പറഞ്ഞതായി പറയുന്നു ഖാലൽ ബുഖാരി, ഇമാം ബുഖാരി പറഞ്ഞു ദഈഫുൻ. വഖാല ഫി മൗദിൻ ആഖർ, മറ്റൊരു സ്ഥലത്ത് ഇമാം ബുഖാരി പറഞ്ഞു മുൻകറുൽ ഹദീസ്
അപ്പൊ മുൻകറുൽ ഹദീസായ ഒരു ഹദീസ് തെളിവിന് പോലും പറ്റൂല, ലൈഫായ ഹദീസ് എടുത്ത് അമൽ ചെയ്യാമെന്നൊക്കെ ചില ആളുകൾ പറയും, നന്മ മുടക്കികൾ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇമാം ബുഖാരി മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു മുൻകറുൽ ഹദീസ് തെളിവ് പിടിക്കാൻ പറ്റുമോ, അമൽ ചെയ്യാൻ പറ്റുമോ? ഇത് ഇമാം ബുഖാരി പറഞ്ഞതാണ്. അബുൽ ഹജ്ജാജ് അൽ മിസിയാണ് തെഹദീബുൽ കമാലിൽ, മറ്റു പണ്ഡിതന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. ഇത് അൽ ബാഇസു അലാ ഇൻകാരിൽ ബിദ്അഇ വൽ ഹവാദിസ് എന്ന 665 മരിച്ച ഇമാം നവവിയുടെ ഉസ്താദായ അബൂ ഷാമിയുടെ ഗ്രന്ഥമാണ്. ഇതിൽ ലൈലത്തു നിസ്ഫി മിൻ ഷഅബാൻ ബിദ്അ എന്ന് പറയുന്ന തലക്കെട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ലൈലത്തു നിസ്ഫി മിൻ ഷഅബാൻ ബിദ്അ. 3 ഹദീസുകൾ ഇതിൽ ഉദ്ധരിച്ച ശേഷം, ഒന്ന് ആയിഷ ബീവിയിൽ നിന്ന്, രണ്ടാമത്തത് അത് അബൂ മുസൽ അശ്ശരി, ഒന്നാമത്തത് അലി ബിൻ അബി താലിബ്, രണ്ടാമത്തത് ആയിഷ, മൂന്നാമത്തെ അബൂ മുസൽ അശ്ശരി. ഈ 3 ഹദീസുകളും കൊടുത്തിരിക്കുന്നു. അള്ളാഹു രാത്രി ഇറങ്ങി വരും 15 രാവിലെ, മുഷാഹിനും അതുപോലെ തന്നെ മുശ്രിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും പുറത്തു കൊടുക്കുമെന്നും, അതുപോലെ തന്നെ ബനു കൽബ് ഗോത്രത്തിലെ ആടുകൾ അത്ര രോമം അള്ളാഹു ആ രാത്രിയിൽ പുറത്തു കൊടുക്കുമെന്ന് മറ്റൊരു ഹദീസ്. ഇമാം അലി ബിൻ അബി താലിബ് റിപ്പോർട്ട് ചെയ്തതിൽ അതിന്റെ രാത്രി നമസ്കരിക്കുക, പകല് നോമ്പനുഷ്ഠിക്കുക എന്ന 3 ഹദീസ് കൊടുത്ത ശേഷം